ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടു ചടങ്ങുകളൊക്കെ. ഞാൻ അച്ഛനാണ്, എനിക്ക് വീടെല്ലാം ഒന്ന് വെഞ്ചരിക്കണം. നല്ല തിരക്കിന്റെ സമയത്താണ് വന്ന് പറഞ്ഞത്. പക്ഷേ ഇതിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ അവരുടെ തലയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് പ്രാക്ടിക്കലാക്കാൻ നമ്മളൊരു അവസരം കൊടുത്തില്ലെങ്കിൽ അവരുടെ മുഴുവൻ എനർജിയും വേറെ എന്തിലെങ്കിലും ചാനലൈസ് ചെയ്തു പോകും. അതുകൊണ്ട് ഇന്നത്തെ തിരക്കെല്ലാം മാറ്റിവെച്ച് അവർക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ടപ്പേന്നായിരുന്നു ഓരോ ആശയങ്ങളും ക്രിയേറ്റീവ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് ഉരുത്തിരിഞ്ഞ് വന്നേ. എല്ലാവരും നല്ലപോലെ അനുഗ്രഹം വാരിക്കൂട്ടിയെന്ന്. ഞാനാണ് ഇതിനേക്കൊന്ന് ചിരിച്ചു തള്ളുമായിരുന്നു. പക്ഷെ ഇന്ന് അത്ര ചിരിച്ചു തള്ളാൻ തോന്നിയില്ലെന്ന് മാത്രമല്ല, വലിയ കാര്യമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരിക്കലും അതിനൊരു പരിഹാസ രൂപത്തിലേക്ക് പിള്ളേരിലേക്ക് എത്താനും പാടില്ല. അതുകൊണ്ട് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഓരോ സമയം കഴിയുമ്പോഴും അവിടെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. കുഞ്ഞു ബൈബിൾ വെക്കാനുള്ള സ്റ്റാൻഡ് വന്നു. പ്രാർത്ഥനയുടെ ശൈലികൾ കുറച്ചും കൂടെ മാറിക്കൊണ്ടിരുന്നു. ആട് കടിച്ച് കപ്പളത്തിനൊക്കെ പ്രത്യേക പ്രാർത്ഥനയും കുരിശുവരെയൊക്കെ ഉണ്ടായിരുന്നേ. ഓർക്കണം, 5 മിനിറ്റ് കൊണ്ട് തീരേണ്ട ചടങ്ങാണ് 1.5 മണിക്കൂർ നീളുന്ന വലിയൊരു ആഘോഷമായ വെഞ്ചരിപ്പായി മാറിയത്. സൈഡിൽ ഒതുങ്ങിക്കിടന്ന വണ്ടിക്കും കിട്ടിയ ആവശ്യത്തിന്. ഒരാളും മണ്ടത്തരം കാണിക്കാൻ വേണ്ടി ജനിക്കുന്നൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഒറ്റയടിക്ക് അതിനെ വെട്ടിക്കളയരുതെന്ന് ഞാൻ പറയും. അവരുടെ ആശയത്തിനോ ലിങ്ക് ചെയ്യുന്ന നമ്മുടെ